നമസ്കാരം. 10 വർഷത്തെ ഭരണ കാലയളവിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ നിരവധിയാണ്. അതിലെടുത്തു പറയേണ്ടത് ഭീകരവാദികൾക്കും മാവോയിസ്റ്റുകൾക്കുമെതിരെ സ്വീകരിച്ച ചില നടപടികൾ തന്നെയാണ്. ഇപ്പോഴിതാ കിഴക്കൻ ചമ്പാരനിലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മോദി പറഞ്ഞ വാക്കുകളാണ് ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. കഴിഞ്ഞ 5ാം ഘട്ടത്തിൽ INDA സഖ്യം പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യക്ക് INDA സഖ്യത്തിന്റെ പാപങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. ജൂൺ 4-ാം തീയതിക്ക് ശേഷം അഴിമതി, പ്രീണന രാഷ്ട്രീയം, തുക്ഡെ ഗ്യാങ് എന്നിവയ്ക്കെതിരായ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ ഈ വാക്കുകളിൽ കൃത്യമായ ഒരു സൂചന കൂടിയുണ്ട്. അതായത് 3ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മോദിക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വരികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. 3ാം ഊഴത്തിൽ മോദിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തുക്ഡെ ഗ്യാങ് അഥവാ ഈ പ്രതിപക്ഷ മുന്നണിയെ ഏറ്റവും അധികം സഹായിക്കുന്ന അർബൻ നക്സലുകളും അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വിദേശ NGOകളെയും തന്നെയായിരിക്കും. മനുഷ്യാവകാശത്തിന്റെയും പരിസ്ഥിതി സ്നേഹത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ NGOകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് വിഘടനവാദികളാണ്. ഖാലിസ്ഥാനികൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പെടുന്നതാണ്. വിദേശത്ത് ഭരണ തലപ്പത്ത് പോലും കയറിപ്പറ്റാൻ ഈ കാലയളവിനുള്ളിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുക എന്നതും 3ാം മോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ കാലാകാലങ്ങളായി ശത്രുക്കളോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. രാജ്യത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ഒക്കെ രാജ്യദ്രോഹം പ്രവർത്തിക്കുന്ന ആളുകളെ വർഷങ്ങളോളം നിരീക്ഷിച്ച ശേഷം അവരെ വേരോടെ പിഴുതെറിയുന്ന ഒരു രീതിയാണ് ഇസ്രായേലിനുള്ളത്. ഇതേ രീതി തന്നെയായിരിക്കും 3ാം മോദി സർക്കാരും അവലംബിക്കുക എന്ന് തന്നെയാണ് മോദിയുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ തുക്ഡെ ഗ്യാങ്ങും അവർക്ക് ഒപ്പം നിൽക്കുന്ന വ്യാജ വിദേശ ഫണ്ടിംഗ് ഉള്ള NGOകളും അതിനോടൊപ്പം തന്നെ വിഘടനവാദികളും ഇവരെയൊക്കെ തന്നെയാണ് 3ാം മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.